11ാമത്തെ ചോദ്യം. ഫൈൻഡ് ദ സം. തുക കണക്കാക്കുക. 1 + 2 + 3 + എക്സെട്ര + 20, 5 + 10 + എക്സെട്ര + 100, 8 + 13 + 18 + എക്സെട്ര + 103, 4 + 9 + 14 + എക്സെട്ര + 99. ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന പാഠഭാഗത്തിൽ നിന്നും വന്ന ചോദ്യമാണ്. ഇവിടെ നമുക്ക് 4 സീക്വൻസുകൾ അഥവാ 4 ശ്രേണികളാണ് തന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ശ്രേണി 1, 2, 3 എക്സെട്ര 20 വരെയാണ്. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയല്ലേ? കാരണം എന്താണ്? അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം തുല്യമാണ്. 2ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം 1ആണ്, 3ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം 1ആണ്, എക്സെട്ര. അതേപോലെ തന്നെ രണ്ടാമത്തത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ? 5ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം 5ആണ്, 10ഉം 15ഉം തമ്മിലുള്ള വ്യത്യാസം 5ആണ്. അതായത് ഈ സീക്വൻസിലെ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം തുല്യമായതുകൊണ്ട് ഇതും എന്താണ്? ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയാണ്. ഇനി മൂന്നാമത്തത്, ഇവിടെ 8ഉം 13ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5ആണ്. അതുപോലെ 13ഉം 18ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5ആണ്. അതുകൊണ്ട് ഇതും എന്താണ്? ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇനി നാലാമത്തെ, 4ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 5ആണ്. 9ഉം 14ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 5ആണ്. അതുകൊണ്ട് ഇതും ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സമ്മ്, അതായത് ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ടേംസുകളുടെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ. 2 ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഈക്വൽ ടു, അതിലെ ഒന്നാമത്തെ ഇക്വേഷൻ n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു d. ഇതാണ് ഒന്നാമത് പഠിക്കുന്ന ഇക്വേഷൻ. രണ്ടാമത് നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ ആണ് n/2 ഇൻറ്റു l പ്ലസ് എഫ്. ഇതിലെ എഫ് എന്ന് പറയുന്നത് എന്താണ്? അരിത്മെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദമാണ്. ഡി എന്നത് എന്താണ്? അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ്. ഇവിടെ എൽ എന്താണ്? അരിത്മെറ്റിക് സീക്വൻസിലെ ലാസ്റ്റ് ടേം അഥവാ അവസാന പദമാണ്. ഇനി ഇവിടെ നമുക്ക് ഈ 4 സീക്വൻസിലും ലാസ്റ്റ് ടേമും ഫസ്റ്റ് ടേമും തന്നിട്ടുണ്ട്. അതായത് അവസാന പദവും തന്നിട്ടുണ്ട്, ആദ്യ പദവും തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവയുടെ സം അഥവാ തുക നമ്മൾ കാണുന്നത് ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ്. അതായത് സം ഈക്വൽ ടു n/2 ഇൻറ്റു എൽ പ്ലസ് എഫ്. ഇതിലെ എല്ലും എഫും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? സീക്വൻസിൽ നിന്ന് എഴുതാം. ഇനി n നമുക്ക് കണ്ടുപിടിക്കണം. അതായത് നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം. അതായത് 1 മുതൽ 20 വരെ എത്ര പദങ്ങളുണ്ട്, 5 മുതൽ 100 വരെ എത്ര പദങ്ങളുണ്ട്, 8 മുതൽ 103 വരെ എത്ര പദങ്ങളുണ്ട്, 4 മുതൽ 99 വരെ എത്ര പദങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കണം. അതിനായിട്ടുള്ള ഇക്വേഷൻ ആണ് n ഈക്വൽ ടു എൽ മൈനസ് എഫ് ബൈ ഡി പ്ലസ് 1. അതായത് ലാസ്റ്റ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കുറയ്ക്കുന്നു, അവസാന പദത്തിൽ നിന്നും ആദ്യ പദം കുറച്ച് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ച് ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ അരിത്മെറ്റിക് സീക്വൻസിലുള്ള നമ്പർ ഓഫ് ടേംസ് കിട്ടും. അപ്പൊ ഈ 2 ഇക്വേഷൻസ് യൂസ് ചെയ്താണ് നമ്മൾ ഈ 4 സീക്വൻസുകളുടെയും സമ്മ് അഥവാ തുക കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യത്തെ ചോദ്യം 1 + 2 + 3 + എക്സെട്ര + 20 അല്ലേ? 1 മുതൽ 20 വരെ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവും? 20 ടേംസ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നേരിട്ട് 20 എന്ന് എഴുതുകയാണ്. ഇനി സമ്മ് കണ്ടുപിടിക്കാം. സം ഈക്വൽ ടു n/2 ഇൻറ്റു എൽ പ്ലസ് എഫ്. ഇതാണ് ഇക്വേഷൻ. ഇവിടെ n/2 എന്നത് എന്താണ്? 20ന്റെ പകുതി, 10 ഇൻറ്റു. ഇനി ലാസ്റ്റ് ടേം എന്താ? 20 അല്ലേ? അവസാന പദം 20 ആണ്, ആദ്യ പദം 1 ആണ്. അപ്പോൾ 20 + 1. 20 + 1 എന്താ? 21. 21 ഗുണിക്കണം 10, 210. അതായത് 1 + 2 + 3 + എക്സെട്ര + 20 എത്രയാണ്? 210 ആണെന്ന് കിട്ടി. രണ്ടാമത്തെ ചോദ്യം 5 + 10 + 15 + എക്സെട്ര + 100. ആദ്യം തന്നെ നമുക്ക് n കണ്ടുപിടിക്കണം, അഥവാ നമ്പർ ഓഫ് ടേംസ്. 5 മുതൽ 100 വരെ ഈ സീക്വൻസിൽ എത്ര നമ്പർ ഓഫ് ടേംസ് അഥവാ എത്ര പദങ്ങൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. ഇക്വേഷൻ എന്താ? എൽ മൈനസ് എഫ് ബൈ ഡി പ്ലസ് 1. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ എല്ലും എഫും ഡിയും കണ്ടുപിടിക്കണം. ലാസ്റ്റ് ടേം ഏതാണ്? അവസാന പദം 100 ആണ്. ഫസ്റ്റ് ടേം ഏതാണ്? ആദ്യ പദം 5 ആണ്. ഇനി ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എങ്ങനെയാണ് കാണുക? രണ്ടാമത്തെ പദത്തിൽ നിന്നും ആദ്യത്തെ പദം കുറച്ചാൽ മതി. 10ൽ നിന്ന് 5 പോയാൽ 5. എല്ലും എഫും ഡിയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. എൽ 100 മൈനസ് എഫ് എത്രയാ? 5 ബൈ 5 പ്ലസ് 1. 100ൽ നിന്നും 5 പോയാൽ 95 ഹരിക്കണം 5 പ്ലസ് 1. 95 ഹരിക്കണം 5 എത്രയാണ്? 95ൽ 19 5ആണുള്ളത്. 19 + 1 20. അതായത് 5 മുതൽ 100 വരെ എത്ര ടേംസുകൾ ഉണ്ട് ഈ അരിത്മെറ്റിക് സീക്വൻസിൽ? 20 ടേംസ് ഉണ്ട്. ഇനി നമുക്ക് സമ്മ് കണ്ടുപിടിക്കാം. സം ഈക്വൽ ടു
n/2 ഇൻറ്റു എൽ പ്ലസ് എഫ്. എത്രയാണ് നമ്പർ ഓഫ് ടേംസ്? n 20 അല്ലേ, 20ന്റെ പകുതി 10 ഇൻറ്റു എൽ പ്ലസ് എഫ്, ലാസ്റ്റ് ടേമും ഫസ്റ്റ് ടേമും 100ഉം 5ഉം കൂട്ടിക്കഴിഞ്ഞാൽ 105. 10 ഇൻറ്റു 105 എന്ത് വരും? 1050. 5 പ്ലസ് 10 പ്ലസ് 15 പ്ലസ് എക്സെട്ര പ്ലസ് 100 എത്രയാണ്? 1050 ആണ്. ഇനി മൂന്നാമത്തത് 8 പ്ലസ് 13 പ്ലസ് 18 പ്ലസ് എക്സെട്ര പ്ലസ് 103. ആദ്യം തന്നെ നമുക്ക് ലാസ്റ്റ് ടേം 103 ആണ്, അവസാന പദം 103 ആണ്. ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം 8 ആണ്. ഇനി കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കുറച്ചാൽ മതി. 13ൽ നിന്നും 8 പോയാൽ 5. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 8 മുതൽ 103 വരെയുള്ള ഈ അരിത്മെറ്റിക് സീക്വൻസിൽ എത്ര നമ്പർ ഓഫ് ടേംസ് അഥവാ എത്ര പദങ്ങൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. ഇക്വേഷൻ എന്താണ്? L മൈനസ് എഫ് ബൈ ഡി പ്ലസ് 1. ഇനി ലാസ്റ്റ് ടേം എന്താ? 103. ഫസ്റ്റ് ടേം എന്താ? 8. കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസം 5 പ്ലസ് 1. 103ൽ നിന്നും 8 പോയാൽ എത്രയാ? 95. ഹരിക്കണം 5 പ്ലസ് 1. 95 ബൈ 5 19 പ്ലസ് 1 20. അതായത് നമ്പർ ഓഫ് ടേംസ് നമുക്ക് കിട്ടി 20 ആണ്. 8 മുതൽ 103 വരെ ഉള്ള ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ നമ്പർ ഓഫ് ടേംസ് 20 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സം ആണ്. സം ഈക്വൽ ടു n/2 ഇൻറ്റു എൽ പ്ലസ് എഫ് ഈക്വൽ ടു n/2 എന്ന് പറഞ്ഞാൽ 20ന്റെ പകുതി 10 ആണ് ഇൻറ്റു എൽ പ്ലസ് എഫ്, ലാസ്റ്റ് ടേമും ഫസ്റ്റ് ടേമും കൂട്ടിയാൽ 103ഉം 8ഉം കൂട്ടിയാൽ എത്ര വരും? 111. 10 ഇൻറ്റു 111 1110. അതായത് 8 പ്ലസ് 13 പ്ലസ് 18 പ്ലസ് എക്സെട്ര പ്ലസ് 103 1110 എന്ന് കിട്ടും. ഇനി ഡി ക്വസ്റ്റ്യൻ 4 പ്ലസ് 9 പ്ലസ് 14 പ്ലസ് എക്സെട്ര പ്ലസ് 99. ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം 4 ആണ്. ലാസ്റ്റ് ടേം അഥവാ അവസാന പദം 99 ആണ്. ഇനി കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസം എങ്ങനെയാണ് കാണുക? സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കുറയ്ക്കണം. 9ൽ നിന്നും 4 കുറച്ചു കഴിഞ്ഞാൽ 5. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ അരിത്മെറ്റിക് സീക്വൻസിലുള്ള നമ്പർ ഓഫ് ടേംസ് അഥവാ പദങ്ങളുടെ എണ്ണം. കാണാനുള്ള ഇക്വേഷൻ എന്താ? L മൈനസ് എഫ്. L എന്താണ് ഇവിടെ? 99. എഫ് എന്താണ്? 4. ഹരിക്കണം ഡി എത്രയാ? 5 പ്ലസ് 1. 99ൽ നിന്നും 4 പോയാൽ 95 ഹരിക്കണം 5 19 ആണ്. 19ലൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 20. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിൽ 20 നമ്പർ ഓഫ് ടേംസ് ഉണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സം ആണ്. സം കാണാനുള്ള ഇക്വേഷൻ എന്താ? n/2, അതായത് 20ന്റെ പകുതി 10 ഇൻറ്റു എൽ പ്ലസ് എഫ്. എൽ എത്രയാ? 99 ആണ്. ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം 4 ആണ്. 99ൽ കൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും? 103. 103 ഇൻറ്റു 10 എന്ത് വരും? 1030. അതായത് 4 പ്ലസ് 9 പ്ലസ് 14 പ്ലസ് എക്സെട്ര പ്ലസ് 99 എന്ത് വന്നു? 1030 എന്ന് കിട്ടി. ഇനി 12ാമത്തെ ചോദ്യം. ലെങ്ത് ഓഫ് എ റെക്ടാങ്കുലർ ഹാൾ ഈസ് 5 meters more than the breadth. Diagonal is 10 meters more than the breadth. Taking breadth as x, write the measures of length and diagonal in terms of x. Form a second degree equation and find the length and breadth of the hall. ചതുരാകൃതിയായ ഒരു ഹാളിന്റെ നീളം വീതിയേക്കാൾ 5 മീറ്റർ കൂടുതലാണ്. വികർണത്തിന്റെ നീളം വീതിയേക്കാൾ 10 മീറ്റർ കൂടുതലാണ്. വീതി എക്സ് എന്നെടുത്ത് നീളം, വികർണം ഇവ എക്സ് ഉൾപ്പെടുത്തി എഴുതുക. ഒരു രണ്ടാം കൃതി സമവാക്യം രൂപീകരിച്ച് ഹാളിന്റെ ചതുരത്തിന്റെ നീളവും വീതിയും കണക്കാക്കുക. ഇവിടെ നമുക്കൊരു റെക്ടാങ്കുലർ ഹാൾ ആണ് തന്നിട്ടുള്ളത്. അതായത് ചതുരാകൃതിയുള്ള ഒരു ഹാൾ. ഇനി ഇതിന്റെ ലെങ്ത് അഥവാ നീളമാണ് ഇത് ഇതിന്റെ ബ്രെഡ്ത്ത് അഥവാ വീതിയാണ്. നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ലെങ്ത് ഓഫ് എ റെക്ടാങ്കുലർ ഹാൾ ഈസ്, അതായത് ഈ റെക്ടാങ്കുലർ ഹാളിന്റെ ലെങ്ത് എന്നത് ഈസ് 5 meters മോർ ദാൻ ദ ബ്രെഡ്ത്ത്, അതായത് ബ്രെഡ്ത്തിനേക്കാളും 5 മീറ്റർ കൂടുതലാണ്. അതുപോലെ ഈ റെക്ടാങ്കുലർ ഹാളിന്റെ ഡയഗണൽ അഥവാ വികർണമാണ് ഇതെങ്ങനെയാണ്? ഡയഗണൽ ഈസ് 10 meters മോർ ദാൻ ദ ബ്രെഡ്ത്ത്, ബ്രെഡ്ത്തിനേക്കാളും 10 മീറ്റർ കൂടുതലാണ്. അതായത് ഈ റെക്ടാങ്കുലർ ഹാളിന്റെ ലെങ്ത് എന്നത് ബ്രെഡ്ത്തിനേക്കാൾ 5 മീറ്റർ കൂടുതലും അതുപോലെ ഡയഗണൽ അഥവാ വികർണം എന്നത് ബ്രെഡ്ത്തിനേക്കാളും 10 മീറ്റർ കൂടുതലുമാണ്. ഇനി ആദ്യത്തെ ചോദ്യം എന്താണ്? ടേക്കിംഗ് ബ്രെഡ്ത്ത് ആസ് എക്സ്, അതായത് വീതി എന്നത് എക്സ് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ലെങ്ത്തും ഡയഗണലും എങ്ങനെ എഴുതാം? നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ലെങ്ത് എന്നത് ബ്രെഡ്ത്തിനേക്കാളും 5 മീറ്റർ കൂടുതലാണ്. അപ്പൊ നമുക്ക് ലെങ്ത്തിനെ എക്സ് പ്ലസ് 5 എന്ന് എഴുതിക്കൂടെ? അതേപോലെ ഡയഗണൽ അഥവാ വികർണം ബ്രെഡ്ത്തിനേക്കാളും 10 മീറ്റർ കൂടുതലാണെന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിനെ എക്സ് പ്ലസ് 10 എന്ന് എഴുതിക്കൂടെ? അതായത് നമുക്ക് എങ്ങനെ എഴുതാം? ലെങ്ത് അഥവാ നീളം എന്നത് എക്സ് പ്ലസ്
5. ഇനി ഡയഗണൽ അഥവാ വികർണം എന്നത് എക്സ് പ്ലസ് 10. ഇനി രണ്ടാമത്തെ ചോദ്യം, ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആൻഡ് ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ ഹാൾ. അതായത് നമുക്ക് ഇത് വെച്ച് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം ഉണ്ടാക്കണം. എന്നിട്ട് ഈ ഹാളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കണം. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? അതായത് ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ള ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമാണ് എക്സ് പ്ലസ് 10. ഈ നീളം എത്രയാണ്? ബ്രെഡ്ത്ത് അഥവാ എക്സ് ആണ്. ഈ നീളം എക്സ് പ്ലസ് 5 ആണ്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? നമുക്കറിയാം പൈതഗോറസ് തിയറം പ്രകാരം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്, ഇത് ഈ റെക്ടാംഗിളിന്റെ രണ്ട് സൈഡുകളാണ്. നമുക്ക് എങ്ങനെ എഴുതാം? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? അതുപോലെ നമ്മൾ ഇവിടെ എഴുതാൻ പോവുകയാണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് 10 ഹോൾ സ്ക്വയർ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്? നമുക്ക് ഈ ഡയഗണലും ലെങ്ത്തും ബ്രെഡ്ത്തും വെച്ച് എക്സിന് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ ഒരു രണ്ടാം കൃതി സമവാക്യം ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്കത് സോൾവ് ചെയ്യാം. ആദ്യം എക്സ് സ്ക്വയറിന് അതേപോലെ എഴുതുന്നു. ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നു. നമുക്കറിയാം എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന് എക്സ്പാൻഡ് ചെയ്ത് എങ്ങനെയാണ് എഴുതുക? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതേപോലെ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 5 എന്ത് വരും? 10x പ്ലസ് 5 സ്ക്വയർ എത്രയാ? 25 ഈക്വൽ ടു ഇവിടെയും അതേപോലെ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് 2x ഇൻറ്റു 10 എന്ത് വരും? 20x പ്ലസ് 10 സ്ക്വയർ എത്രയാ? 100. ഇത്രയും കിട്ടിയില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സ് സ്ക്വയറും എക്സും കോഎഫിഷ്യന്റ് ഒക്കെ ആയി വരുന്ന എല്ലാ സംഖ്യകളെയും എല്ലാ ടേംസിനെയും നമുക്ക് ഇക്വേഷന്റെ ഈ സൈഡിലേക്കും കോൺസ്റ്റന്റുകളെ ഇക്വേഷന്റെ വലതുഭാഗത്തേക്കും മാറ്റാം. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 10x. ഇനി ഈ എക്സ് സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ. ഈ പ്ലസ് 20x ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് 20x ഈക്വൽ ടു 100 ആണ് ഇവിടെ ഉള്ളത്. ഈ പ്ലസ് 25 ഈ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 25. ഇനി നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എത്രയാ? 2x സ്ക്വയർ അല്ലേ? 2x സ്ക്വയറിൽ നിന്ന് ഒരു എക്സ് സ്ക്വയർ പോയി കഴിഞ്ഞാൽ ഒരു എക്സ് സ്ക്വയർ. ഇനി പ്ലസ് 10x മൈനസ് 20x എന്ത് വരും? മൈനസ് 10x. അതായത് പ്ലസ് 10 മൈനസ് 20 എന്ത് പറയും? വലുതിൽ നിന്നും ചെറുത് കുറച്ച്, അതായത് 20ൽ നിന്നും 10 കുറച്ച് വലുതിന്റെ ചിഹ്നം ഇതാണ്. 20ൽ നിന്നും 10 കുറച്ചാൽ 10 ആണ്. ഇതിൽ വലിയ സംഖ്യയുടെ ചിഹ്നം ഏതാണ്? മൈനസ് അല്ലേ? അതുകൊണ്ട് മൈനസ് 10x ഈക്വൽ ടു 100ൽ നിന്നും 25 പോയാൽ 75. അപ്പൊ നമുക്ക് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുക? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഈ റെക്ടാങ്കുലർ ഹാളിന്റെ ബ്രെഡ്ത്ത് അഥവാ വീതി കിട്ടുന്നത്. ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യുക? ഇത് സോൾവ് ചെയ്യാൻ നമ്മൾ രണ്ട് മെത്തേഡ്സുകൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗത്തികവ്. രണ്ടാമത്തെ മെത്തേഡ് എന്താ? ക്വാഡ്രാറ്റിക് ഫോർമുല അഥവാ ദ്വിമാന സമവാക്യം ഉപയോഗിച്ചുകൊണ്ട്. സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിൽ നമ്മുടെ ഇക്വേഷന്റെ ഫോർമാറ്റ് എങ്ങനെയാവണം? എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഈക്വൽ ടു സി എന്ന ഫോർമാറ്റിൽ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടുമ്പോഴാണ് നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഉപയോഗിക്കുക. ഇനി എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടുന്നത് എങ്കിൽ നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ചാണ് അത് സോൾവ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഇക്വേഷൻ ഏത് ഫോർമാറ്റിലാണ്? എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഈക്വൽ ടു സി എന്ന ഫോർമാറ്റിലല്ലേ? അതുകൊണ്ട് ഇവിടെ നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത് അഥവാ വർഗത്തികവ്. സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് പ്രകാരം എക്സിന്റെ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി പ്ലസ് ബി സ്ക്വയർ ബൈ 4 മൈനസ് ബി ബൈ 2 ഈക്വൽ ടു. ഇനി നമുക്ക് ഇതിലെ സിയും ബിയും ഒക്കെ കണ്ടുപിടിക്കണം. ബി എന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താ? മൈനസ് 10 ആണ്. സി എന്നത് ഇക്വേഷന്റെ വലതുഭാഗത്തുള്ള കോൺസ്റ്റന്റ് വാല്യൂ 75. ഇനി നമുക്ക് ഇത് ഇക്വേഷനിൽ ഇട്ട് കൊടുത്തൂടെ? പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി എത്രയാണ്? 75 പ്ലസ് ബി സ്ക്വയർ അതായത് മൈനസ് 10ന്റെ സ്ക്വയർ 100 ഡിവൈഡഡ് ബൈ 4. ഇനി മൈനസ് ബി എത്രയാ? മൈനസ് 10 ബൈ 2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 75 പ്ലസ് 100 ഹരിക്കണം 4 എത്രയാ? 100 ബൈ 4 25 ആണ്. മൈനസും മൈനസും പ്ലസ് ആവുന്നു. 10 ബൈ 2 10ന്റെ പകുതി 5 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 75ഉം 25ഉം കൂട്ടിയാൽ എത്രയാണ്? 100 ആണ്. 100ന്റെ റൂട്ട് എത്രയാണ്? 10 പ്ലസ് 5. ഇനി ഇവിടെ മുതൽ എക്സിന് രണ്ട് വാല്യൂസ് ആണ്. ഒന്ന് എക്സ് ഈക്വൽ ടു മൈനസ് 10 പ്ലസ് 5. രണ്ടാമത്തത് എക്സ് ഈക്വൽ ടു പ്ലസ് 10 പ്ലസ് 5.
-10 + 5 എന്ത് വരും? വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. വലുതിൽ നിന്ന് ചെറുത് കുറക്കുക എന്ന് പറഞ്ഞാൽ 10ൽ നിന്ന് 5 കുറയ്ക്കുന്നു. അപ്പൊ എത്ര വന്നു? 5. ഇനി വലുതിന്റെ സൈൻ എന്താ? മൈനസ് അല്ലേ? അപ്പൊ -5. ഇനി 10ഉം 5ഉം കൂട്ടിയാൽ എത്ര വരും? 15. ലെങ്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ നീളത്തിനെയാണ്. നീളം ഒരിക്കലും ഒരു നെഗറ്റീവ് വാല്യൂ വരില്ല. അതുകൊണ്ട് നമ്മൾ ഈ പോസിറ്റീവ് വാല്യൂ ആണ് എടുക്കുന്നത്. സോ നമുക്ക് എന്ത് കിട്ടി? എക്സ് 15 ആണെന്ന് കിട്ടി. അതായത് ഈ റെക്ടാങ്കുലർ ഹാളിന്റെ ബ്രെഡ്ത്ത് അഥവാ വീതി എത്രയാ? 15 മീറ്റർ ആണ്. ഇനി നമുക്ക് ലെങ്ത് കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിന്റെ കൂടെ 5 സെന്റിമീറ്റർ കൂട്ടിയതാണെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ 15 കൂടെ 5 കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും? 20. അതായത് ഈ റെക്ടാങ്കുലർ ഹാളിന്റെ ലെങ്ത് അഥവാ നീളം എത്രയാണ്? 20 മീറ്റർ ആണ്. അടുത്തത് 13ാമത്തെ ചോദ്യം. കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്സ് എ ആൻഡ് ബി ആർ 3, 2 and 8, 7. Find the coordinates of the midpoint of the line joining the points A and B. If there is a point P with AP is to PB equal to 2:3, find the coordinates of P. എ ബി എന്നീ ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ 3, 2, 8, 7 ആണ്. എ ബി ഇവ യോജിപ്പിച്ച് കിട്ടുന്ന വരയുടെ മധ്യബിന്ദുവിന്റെ സൂചക സംഖ്യ കണ്ടുപിടിക്കുക. എ പി ഈസ് ടു പി ബി 2:3 ആകത്തക്ക വിധം പി എന്ന ബിന്ദു ഉണ്ടെങ്കിൽ പിയുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് 2 പോയിന്റ്സുകളുടെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ഒന്ന് എന്റെ കോർഡിനേറ്റ് ഏതൊക്കെയാ? 3, 2. ഇനി രണ്ടാമത്തെ പോയിന്റ് ബിന്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? 8, 7. ഇനി ആദ്യത്തെ ചോദ്യം എന്താണ്? ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് എ ആൻഡ് ബി. അതായത് എ എന്ന പോയിന്റിനെയും ബി എന്ന പോയിന്റിനെയും യോജിപ്പിച്ച് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നമുക്കറിയാം. മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? മിഡ് പോയിന്റ് ഈക്വൽ ടു അഥവാ മധ്യബിന്ദുവിന്റെ സൂചക സംഖ്യകൾ എന്നത് x1 + x2/2, y1 + y2/2 ആണ്. ഇതിൽ x1 ഉം y1 ഉം ഏതാ? ഇത് x1 y1 എന്നെടുക്കാം. ഇതിനെ നമുക്ക് x2 y2 എന്നെടുക്കാം. ഈക്വൽ ടു ഇനി x1 + x2 എന്നാൽ 3 + 8 ഹരിക്കണം 2. 3 + 8 എത്രയാ? 11 ഹരിക്കണം 2. ഇനി y1 + y2 എന്നാൽ എന്താ? 2 + 7. 2 + 7 ഹരിക്കണം 2. 7ലൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 9 ഹരിക്കണം 2. അതായത് എ ബി എന്ന ഈ ലൈനിന്റെ മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ് 11/2, 9/2 എന്നാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഇഫ് ദർ ഇസ് എ പോയിന്റ് പി എന്നൊരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് എ ബി എന്ന ഈ ലൈനിനെ 2:3 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പിന്റെ കോർഡിനേറ്റ് ആണ് കാണാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ റേഷ്യോയിനെ നമുക്ക് A:B എന്ന രീതിയിൽ സൂചിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ ആ പിന്റെ കോർഡിനേറ്റ്സ് കാണാൻ നമ്മൾ ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. എന്താണ്? x1 + x2 - x1 × A/A + B. ഇതാണ് എക്സ് കോർഡിനേറ്റ് അഥവാ എക്സ് സൂചക സംഖ്യ കാണുവാനുള്ള ഇക്വേഷൻ. ഇനി y സൂചക സംഖ്യ കാണാനുള്ള ഇക്വേഷൻ എന്താ? y1 + y2 - y1 × A/A + B. ഇനി നമുക്ക് വാല്യൂസ് എല്ലാം ഇട്ട് കൊടുക്കാം. x1 എന്താണ്? 3 പ്ലസ് x2 - x1 അതായത് 8ൽ നിന്നും 3 പോയാൽ എത്രയാണ്? 5 × A എന്നത് 2 ആണ്. A + B എന്നത് 2ഉം 3ഉം കൂട്ടിയത് 5 ആണ്. ഇനി y കോർഡിനേറ്റ് y1 എത്രയാണ്? 2 പ്ലസ് y2 - y1 അതായത് 7ൽ നിന്നും 2 പോയാൽ എത്രയാണ്? 5 × A/A + B എന്ന് പറഞ്ഞാൽ A എന്നത് 2 ആണ്. A + B എന്ന് പറയുന്നത് 2 + 3 5 ആണ്. P of 3 + 5 × 2 എത്രയാണ്? 10 അല്ലേ? 10 ഹരിക്കണം 5. 10ൽ എത്ര 5 ഉണ്ട്? 2 അല്ലേ? ഇനി അടുത്തത് 2 എഴുതി പ്ലസ് 5 × 2 എത്രയാ? 10 ആണ്. 10 ഹരിക്കണം 5 2 ആണ്. ഇനി P of 3ഉം 2ഉം കൂട്ടിയാൽ 5, 2ഉം 2ഉം കൂട്ടിയാൽ 4. അതായത് പിയുടെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ ഏതൊക്കെയാണ്? 5, 4 എന്നാണ്. 14ാമത്തെ ചോദ്യം. Draw a rectangle of sides 7 cm and 3 cm and draw a square of equal area to it. 7 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ വശങ്ങളുള്ള ഒരു ചതുരം വരച്ച് അതിന് തുല്യ പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കുക.
സർക്കിൾസ് ആൻഡ് ലൈൻസ്, വൃത്തങ്ങളും വരകളും എന്ന പാഠഭാഗത്തിലെ ചോദ്യമാണ്. ഇവിടെ നമുക്ക് ഒരു റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് റെക്ടാങ്കിൾ അഥവാ ഒരു ചതുരത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഏരിയ ഓഫ് റെക്ടാങ്കിൾ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അഥവാ നീളം ഇൻറ്റു വീതി അല്ലേ? ഇവിടെ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ലെങ്ത് 7 സെന്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് 3 സെന്റിമീറ്റർ ആണ്. 7 ഇൻറ്റു 3 എത്രയാണ്? 21 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് തന്നിരിക്കുന്ന റെക്ടാങ്കിളിന്റെ ഏരിയ. ഇനി ഇതേ ഏരിയയുള്ള ഒരു സ്ക്വയർ അഥവാ ഒരു സമചതുരം നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏരിയ ഓഫ് സ്ക്വയർ അഥവാ സമചതുരത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത് സ്ക്വയർ ആണ്. അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നതിന് പകരം ലെങ്ത് സ്ക്വയർ. കാരണം ഒരു സമചതുരത്തിന്റെ 4 വശങ്ങളും തുല്യമായിരിക്കും. അതുകൊണ്ടാണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നതിന് പകരം ലെങ്ത് ഇൻറ്റു ലെങ്ത് എന്ന് എഴുതിയിട്ടുള്ളത്. ഇനി ഈ ലെങ്ത് സ്ക്വയർ എന്ന് പറയുന്നത് 21 സെന്റിമീറ്റർ സ്ക്വയർ ആവണം എന്നതാണ് നിബന്ധന. അതായത് ഈ റെക്ടാങ്കിളിന്റെ അതേ ഏരിയയിലായിരിക്കണം നമുക്ക് സ്ക്വയറിന്റെ ഈ റെക്ടാങ്കിളിന്റെ അതേ ഏരിയയിലായിരിക്കണം നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഈ സ്ക്വയറിന്റെ ഏരിയയും ആവേണ്ടത്. അപ്പോ ഏരിയ ഓഫ് സ്ക്വയർ ലെങ്ത് സ്ക്വയർ ആണ്, അത് 21 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറിന്റെ ഒരു വശത്തെ നീളം എത്രയായിരിക്കും? ഈ സ്ക്വയർ ഈ സൈഡിലേക്ക് പോയാൽ √21 സെന്റിമീറ്റർ ആയിരിക്കണം. അതായത് നാല് വശങ്ങളും √21 സെന്റിമീറ്റർ വീതമായ ഒരു സ്ക്വയർ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. എങ്കിലാണ് നമുക്ക് ഇതേ ഏരിയയുള്ള ഒരു സ്ക്വയർ അഥവാ സമചതുരം കിട്ടുകയുള്ളൂ. √21 എന്നത് നമുക്ക് സ്കെയിലിൽ അളക്കാൻ സാധിക്കുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ സർക്കിൾസ് ആൻഡ് ലൈൻസിൽ പഠിച്ച ഒരു കാര്യം വെച്ചിട്ടാണ് ഇത് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. സർക്കിൾസ് ആൻഡ് ലൈൻസിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ഇത് ഒരു സർക്കിൾ ആണ്, ഇത് സർക്കിളിന്റെ സെന്റർ ആണ്. ഇനി ഈ സർക്കിളിന്റെ സെന്ററിലൂടെ ഒരു ഡയമീറ്റർ വരയ്ക്കുന്നു. ഇതിനെ നമുക്ക് AB എന്ന് വിളിക്കാം. ഇനി AB എന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് മറ്റൊരു ലൈൻ വരയ്ക്കുന്നു. ഇത് CD എന്ന് വിളിക്കാം. ഇവിടെ ABയും CDയും മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിനെ P എന്ന് സൂചിപ്പിക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? PA ഇൻറ്റു PB ഈക്വൽ ടു PC സ്ക്വയർ ആണെന്ന് പറയാം. ഇത് നമ്മൾ സർക്കിൾസ് ആൻഡ് ലൈൻസ് അഥവാ വൃത്തങ്ങളും വരകളും എന്ന പാഠഭാഗത്തിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ഒരു ഈക്വൽ ഏരിയ ആയിട്ടുള്ള സ്ക്വയർ വരയ്ക്കാൻ ഉപയോഗിക്കുക എന്ന് നോക്കാം. ഇവിടെ PA ഇൻറ്റു PB PC സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് തന്നിരിക്കുന്ന റെക്ടാങ്കിളിന്റെ ലെങ്ത് PA ആയിട്ട് എടുക്കാം, അതായത് 7. ഇനി തന്നിരിക്കുന്ന റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് അഥവാ വീതി നമുക്ക് PB ആയിട്ട് എടുക്കാം. അപ്പൊ എന്ത് വന്നു? 3. അതായത് PA 7, PB എന്താ? 3. 7 ഇൻറ്റു 3 എത്രയാ? 21 അല്ലേ? അതായത് ഈ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? PC സ്ക്വയർ എന്നത് 21 ആണെന്ന് കിട്ടിയില്ലേ? അതായത് PC എന്നത് ഈ സ്ക്വയർ സൈഡിലേക്ക് പോയാൽ √21 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ വരയ്ക്കേണ്ട സ്ക്വയർ എന്താണ്? √21 സെന്റിമീറ്റർ ലെങ്ത് ആയിട്ടുള്ള ഒരു സ്ക്വയർ അല്ലേ വരയ്ക്കേണ്ടത്? അതായത് ഇവിടെ PCയുടെ നീളം A മുതൽ P വരെയുള്ള ഡിസ്റ്റൻസ് 7ഉം P മുതൽ B വരെയുള്ള ഡിസ്റ്റൻസ് 3ഉം എടുത്തു കഴിഞ്ഞാൽ PC എന്നതിന്റെ നീളം √21 ആയിരിക്കും. അപ്പൊ ഈ PCയുടെ നീളം അളന്നതിന് ശേഷം ഇതേ അളവിൽ 4 വശങ്ങളും വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സ്ക്വയർ കിട്ടില്ലേ? അതായത് ഇതേ ഏരിയയുള്ള ഒരു സ്ക്വയർ കിട്ടില്ലേ? അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? AB എന്ന ഡയമീറ്റർ വരച്ചതിന് ശേഷം ഈ PB 3 അല്ലേ, അതേ അളവ് നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് തന്നിരിക്കുന്ന റെക്ടാങ്കിൾ നമ്മൾ ഇവിടെ വരയ്ക്കും. അതിനുശേഷം ഈ PC ലെങ്ത് ആയിട്ടുള്ള സ്ക്വയർ ഇവിടേക്ക് വരയ്ക്കും. അപ്പൊ ഇത് രണ്ടും എന്തായിരിക്കും? ഒരേ ഏരിയയുള്ള റെക്ടാങ്കിളും സ്ക്വയറുമായിരിക്കും. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വരയ്ക്കേണ്ടത് ഒരു സർക്കിൾ ആണ്. ഇനി ഈ സർക്കിളിന്റെ ഡയമീറ്റർ എന്താണ്? ഈ സർക്കിളിന്റെ ഡയമീറ്റർ AB ആണ്. ABയുടെ നീളം എന്താണ്? A മുതൽ P വരെ 7 സെന്റിമീറ്റർ ആണ്, P മുതൽ B വരെ 3 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ABയുടെ നീളം എന്തായിരിക്കും? 7ഉം 3ഉം കൂട്ടിയാൽ 10 സെന്റിമീറ്റർ ഡയമീറ്റർ അഥവാ വ്യാസമുള്ള ഒരു സർക്കിൾ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. 10 സെന്റിമീറ്റർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ആ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരം എത്രയായിരിക്കും? 10ന്റെ പകുതി 5. അതായത് നമുക്ക് വരയ്ക്കേണ്ടത് 5 സെന്റിമീറ്റർ ആരമുള്ള ഒരു സർക്കിൾ ആണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കോമ്പസ് ഉപയോഗിച്ച് 5 സെന്റിമീറ്റർ റേഡിയസ് അഥവാ ആരമുള്ള ഒരു സർക്കിൾ വരയ്ക്കാം. ഇതാണ് സെന്റർ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ AB എന്ന ഡയമീറ്റർ വരയ്ക്കണം. അതായത് ഈ സർക്കിളിന്റെ സെന്ററിലൂടെ AB എന്ന ഡയമീറ്റർ അഥവാ വ്യാസം വരയ്ക്കണം. ഈ ഡയമീറ്ററിനെ AB എന്ന് നെയിം ചെയ്യാം.
ഇനി നമുക്ക് ഈ പി എന്ന പോയിന്റ് അടയാളപ്പെടുത്തണം. എന്നിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, പിന് പെർപെൻഡിക്കുലർ ആയിട്ട് സി ഡി എന്ന ലൈൻ വരയ്ക്കാനായിട്ട്. എയിൽ നിന്ന് 7 സെന്റിമീറ്റർ അകലെയാണ് പി. അപ്പോൾ നമുക്ക് എയിൽ നിന്ന് 7 സെന്റിമീറ്റർ അളന്നതിന് ശേഷം പി എന്ന ലൈൻ അടയാളപ്പെടുത്താം. ഇനി നമുക്ക് ഈ സി ഡി എന്ന ലൈൻ വരയ്ക്കണം. അതായത് എ ബി എന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയി പി എന്ന പോയിന്റിലൂടെ വേണം നമുക്ക് സി ഡി എന്ന ലൈൻ വരയ്ക്കാനായിട്ട്. ഈ പോയിന്റ് സി, ഈ പോയിന്റ് ഡി എന്നിടാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് തന്നിരിക്കുന്ന റെക്ടാങ്കിൾ, അതായത് 7 സെന്റിമീറ്റർ ലെങ്ത്തും 3 സെന്റിമീറ്റർ ബ്രെഡ്ത്തുമായിട്ടുള്ള റെക്ടാങ്കിൾ ഇവിടെ വരയ്ക്കാം. അതിനായിട്ട് എന്ത് ചെയ്യണം, പിയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം എന്താണ്, എയിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം 7 സെന്റിമീറ്റർ ആണ്, പിയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം 3 സെന്റിമീറ്റർ ആണ്. അപ്പോൾ പിയിൽ നിന്ന് ഇങ്ങോട്ട് 3 സെന്റിമീറ്റർ അളന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഈ രണ്ട് ലൈൻസും കൂടെ കൂട്ടി യോജിപ്പിച്ച് നമുക്കൊരു റെക്ടാങ്കിൾ വരയ്ക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 3 സെന്റിമീറ്റർ അളക്കണം. പിയിൽ നിന്ന് ഇതുവരെയാണ് 3 സെന്റിമീറ്റർ. ഇനി ഈ പോയിന്റിന് പെർപെൻഡിക്കുലർ ആയത് ലംബമായിട്ട് നമുക്ക് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കണം. ഇനി എ എന്ന പോയിന്റിൽ നിന്നും ഈ ലൈനിലേക്ക് വീണ്ടും ഒരു പെർപെൻഡിക്കുലർ ലൈൻ അഥവാ ഒരു ലംബം വരയ്ക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന റെക്ടാങ്കിൾ അഥവാ ചതുരമാണ് ഈ വരച്ചിട്ടുള്ളത്. 7 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയുമുള്ള റെക്ടാങ്കിൾ അഥവാ ചതുരം. ഇനി നമുക്ക് ഇതേ ഏരിയയുള്ള സ്ക്വയർ വരയ്ക്കണം. അതിനായിട്ട് ഈ പി മുതൽ സി വരെയുള്ള നീളമായിരിക്കണം നമ്മുടെ സ്ക്വയറിന്റെ ഒരു വശത്തിന്റെ നീളം. അപ്പൊ നമുക്ക് സ്ക്വയറിന്റെ ഒരു വശം കിട്ടി. ഇനി നമുക്ക് ബാക്കി 3 വശങ്ങൾ വരയ്ക്കണം. ഇനി ഒരു കോമ്പസ് ഉപയോഗിച്ച് പി സി എന്ന ഈ ലൈനിന്റെ നീളം അളന്നതിന് ശേഷം ആ കോമ്പസ് പിയിൽ വെച്ച് നമുക്ക് സി എന്ന പോയിന്റിലേക്ക് ഒരു ആർക്ക് വരയ്ക്കണം. അതിനുശേഷം പിയിൽ നിന്ന് ആ ആർക്കിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. ഇപ്പോൾ ഈ ലൈനിന്റെ നീളം എത്രയായിരിക്കും, പി സി എന്ന ഈ ലൈനിന്റെ അതേ നീളമായിരിക്കും ഈ ലൈനിനും. ഇനി ഇതേപോലെ സി എന്ന പോയിന്റിൽ കോമ്പസ് വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, പി സി എന്ന ഇതേ അളവ് ഇങ്ങോട്ടും എടുക്കണം. അതുപോലെ ഈ പോയിന്റിൽ വെച്ച് പി സി എന്ന അളവിൽ നമുക്ക് മറ്റൊരാർക്ക് കൂടി വരയ്ക്കണം. ഈ രണ്ട് ആർക്ക് മീറ്റ് ചെയ്യുന്ന പോയിന്റിലേക്ക് സിയിൽ നിന്നും അതുപോലെ ഈ പോയിന്റിൽ നിന്നും സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാം. ഇപ്പോൾ ഈ സ്ക്വയറിന്റെ 4 വശവും പി സി എന്ന ഈ ലൈനിന്റെ അതേ നീളമായിരിക്കും. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു പി സി എന്താണ്, √21 അല്ലേ. അതായത് ഈ സ്ക്വയറിന്റെ 4 വശവും √21 വീതമാണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറിന്റെ ഏരിയ എന്തായിരിക്കും, ഏരിയ ഈക്വൽ ടു ലെങ്ത് സ്ക്വയർ അല്ലേ. അതായത് √21 സ്ക്വയർ എന്ത് വരും, 21 സെന്റിമീറ്റർ സ്ക്വയർ. അത് തന്നെയല്ലേ നമ്മുടെ റെക്ടാങ്കിളിന്റെ ഏരിയയും. അതായത് നമുക്ക് ഈ തന്നിരിക്കുന്ന റെക്ടാങ്കിളിന്റെ അതേ ഏരിയയിലുള്ള ഒരു സ്ക്വയർ അഥവാ ഒരു സമചതുരം നമ്മൾ വരച്ചിരിക്കുന്നു. ഇനി 15ാമത്തെ ചോദ്യം. In triangle ABC, AB equal to 8 centimeters, BC equal to 10 centimeters, and angle B equal to 50 degree. Find the perpendicular distance from the vertex A to BC. Find the area of triangle ABC. ത്രികോണം എ ബി സി, എ ബി ഈക്വൽ ടു 8 സെന്റിമീറ്റർ, ബി സി ഈക്വൽ ടു 10 സെന്റിമീറ്റർ, കോൺ ബി ഈക്വൽ ടു 50 ഡിഗ്രി. എയിൽ നിന്ന് ബി സിയിലേക്കുള്ള ലംബ ദൂരം കണ്ടുപിടിക്കുക. ത്രികോണം എ ബി സിയുടെ പരപ്പളവ് കാണുക. ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ട്രയാങ്കിൾ എ ബി സി. എ ബി സി. ബി സി 10 സെന്റിമീറ്റർ ആണെന്നും എ ബി 8 സെന്റിമീറ്റർ ആണെന്നും ആംഗിൾ ബി എന്നത് 50 ഡിഗ്രി ആണെന്നും തന്നിട്ടുണ്ട്. നമ്മളോട് ആദ്യം തന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം വെർട്ടെക്സ് എ ടു ബി സി. എയിൽ നിന്ന് ബി സിയിലേക്കുള്ള ലംബ ദൂരം കണ്ടുപിടിക്കുക. അതായത് എ എന്ന പോയിന്റിൽ നിന്ന് ബി സിയിലേക്ക് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണ്. ഈ ആംഗിൾ എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ഇപ്പോ ഇതിന് നമുക്ക് ഈ പോയിന്റ് ഡി എന്നിട്ട് കഴിഞ്ഞാൽ എ ബി ഡി എന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അഥവാ ഒരു മട്ടത്രികോണമല്ലേ. എ ബി ഡി, ഡി എന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്, ബി എന്ന ആംഗിൾ 50 ഡിഗ്രിയാണ്, എ ബി 8 സെന്റിമീറ്റർ ആണ്. അതായത് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് 8 സെന്റിമീറ്റർ. അതായത് എ ബി ഡി എന്ന ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമാണ് 8 സെന്റിമീറ്റർ. ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ. പിന്നീട് നമുക്ക് ഒരു ആംഗിളും തന്നിട്ടുണ്ട്. ആംഗിൾ എത്രയാണ്, 50 ഡിഗ്രിയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, എ ഡി എന്ന ഈ പെർപെൻഡിക്കുലർ ലൈൻ ആണ്. അതായത് 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശമാണ് കണ്ടുപിടിക്കേണ്ടത്.
ഒരു സൈഡും അതുപോലെ ഒരു ആംഗിളും തന്നു കഴിഞ്ഞാൽ മറ്റ് രണ്ട് സൈഡുകൾ കണ്ടുപിടിക്കാൻ നമുക്ക് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആയ സൈൻ, കോസ്, ടാൻ എന്നിവ ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് ഹൈപ്പോട്ടന്യൂസും ആംഗിളും തന്ന് ഓപ്പോസിറ്റ് സൈഡാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുക? സൈൻ ആണ് ഉപയോഗിക്കുക. കാരണം സൈനിന്റെ ഇക്വേഷൻ എന്താണ്? സൈൻ 50 ഡിഗ്രി എന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അതായത് 50 ഡിഗ്രിയുടെ എതിർവശം ബൈ കർണമാണ്. സൈൻ 50 ഡിഗ്രി എത്രയാണെന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്, 0.77. ഇനി ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് അതേപോലെ തന്നെ എഴുതുന്നു. ഹൈപ്പോട്ടന്യൂസ് 8 സെന്റിമീറ്റർ ആണ്, ഈക്വൽ ടു 0.77. ഇനി ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് എങ്ങനെ കാണാം? 0.77 ഇൻറ്റു 8. ഇതെങ്ങനെയാണ് ഗുണിക്കുക? ഡെസിമൽ പോയിന്റ് എല്ലാം മാറ്റി വെച്ച് ഗുണിക്കുക. അതായത് 77 ഇൻറ്റു 8. 8 ഇൻറ്റു 7 എത്രയാ? 56. വീണ്ടും 8 ഇൻറ്റു 7 എത്രയാണ്? 56 ആണ്. 56ലൂടെ 5 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 61. അതായത് 0.77 ഇൻറ്റു 8 ചെയ്തപ്പോൾ നമുക്ക് 616 എന്നാണ് കിട്ടിയത്. ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 സംഖ്യകളാണ്, അതുകൊണ്ട് 2 സംഖ്യകൾക്ക് പിന്നിലായി ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. അതായത് 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡായ ADയുടെ നീളം എത്രയാണ്? 6.16 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? Therefore the perpendicular distance from the vertex A to BC is 6.16 സെന്റിമീറ്റർ. അതായത് എയിൽ നിന്ന് ബി സിയിലേക്കുള്ള ലംബ ദൂരം 6.16 സെന്റിമീറ്റർ ആണ്. ഇനി ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അതായത് ഹാഫ് ഇൻറ്റു ആ ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിന്റെ പാദം ഇൻറ്റു ആ ത്രികോണത്തിന്റെ ഉയരമാണ്. ഹാഫ് ഇൻറ്റു ഈ ട്രയാങ്കിൾ എ ബി സിയുടെ ബേസ് അഥവാ പാദം എന്താണ്? ബി സി അല്ലേ? ബി സി ഇൻറ്റു ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? ADയുടെ ലെങ്ത് എത്രയാണ്? 6.16 ആണെന്ന് കണ്ടുപിടിച്ചിരുന്നു. അതാണ് ഹൈറ്റ്. ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി സി എത്രയാ? 10 ഇൻറ്റു 6.16. 10ന്റെ പകുതി എത്രയാ? 5. 5 ഇൻറ്റു 6.16 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതേപോലെ തന്നെ ഡെസിമൽ പോയിന്റ് എല്ലാം മാറ്റി വെച്ച് നമുക്ക് ഗുണിക്കണം. 616 ഇൻറ്റു 5. 5 ഇൻറ്റു 6 എത്രയാ? 30 ആണ്. 5 ഇൻറ്റു 1 5. 5ലൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ 8. വീണ്ടും 5 ഇൻറ്റു 6 എത്രയാണ്? 30. അതായത് 3080 ആണ് ഉത്തരം. ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 സംഖ്യകളാണ്. അപ്പോൾ 2 സംഖ്യകൾക്ക് പിന്നിലായി ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. അതായത് ഈ ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ എന്ന് പറയുന്നത് 30.8 സെന്റിമീറ്റർ സ്ക്വയർ ആണ്.